നമ്മൾ കുംഭക്കൂറിലേക്ക് വരുമ്പോൾ ഔട്ടത്തിന്റെ അവസാനവും ചതയവും പൂരുട്ടാതിയും കൂടുന്ന പൂരുട്ടാതിയുടെ ആദ്യ ഭാഗം കൂടുന്ന കുംഭക്കൂറുകാർക്കാണ് കുംഭത്തിലെ രാഹുവും 7 കേതുവും 7.5 ശനിയുടെ അവസാനത്തെ ശനിയും 2ാം ഭാവത്ത് ശനിയും 5 വ്യാഴവും നിൽക്കണതാണ്. കുംഭക്കൂറുകാർക്ക് പൊതുവെ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇടവമാസം വരെ ചിങ്ങമാസത്തിലെ ഫലം പറയുമ്പോൾ ചിങ്ങം തൊട്ട് ഇടവം വരെ അനുകൂലവും ഇടവത്തിന് ശേഷം വരുന്ന ഒരു വർഷം അല്പം പ്രതികൂലാവസ്ഥയുമാണ്. കാരണം 7.5 ശനിയുടെ അവസാന കാലഘട്ടമാണ്. വ്യാഴം 5 നിൽക്കുകയാണ്. ഇപ്പൊ പൊതുവെ കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രാർത്ഥനയുള്ളവർക്ക് അതിഗംഭീരമായിട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. തടസ്സങ്ങളും ദുരിതങ്ങളും ദേഹാസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വലിയ മുട്ടുകൂടാതെ നടക്കുക, ഒരു കാര്യത്തിലും മുടക്കം വരാതിരിക്കുക, അത്യാവശ്യം സാമ്പത്തിക വരായിക ഉണ്ടാവുക, കാര്യങ്ങൾ ഭംഗിയാവുക, കടങ്ങളൊക്കെ തീർക്കാൻ പറ്റുക, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആണെങ്കിൽ ഉണ്ടാവുക, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല ജോലികൾക്കുള്ള സാധ്യത ഉണ്ടാവുക, ജോലി മാറ്റം കിട്ടുക, ചെറിയ ചെറിയ സമാധാനങ്ങളുണ്ടായ സമാധാനം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, അങ്ങനെയൊക്കെ പറ്റിയ കാലഘട്ടമാണ് ശരിക്കും കുംഭക്കൂറുകാർക്ക്. പക്ഷെ ഈ വർഷത്തെ അവസാന ഫലം കഴിയുമ്പോഴത്തേക്ക് 6ലേക്ക് വ്യാഴം വരും, 7.5 ശനിയുടെ അവസാനത്തെ സമയം വരും. അപ്പൊ അതൊക്കെ വരുന്നത് ദുരിത കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ കുംഭക്കൂറുകാർക്ക് എല്ലാ ശനിയാഴ്ചയും മഹാദേവ ദർശനം, ശാസ്താവിന്റെ അമ്പലത്തിൽ പോവുക, ശബരിമലയ്ക്ക് ദർശനം നടത്തുക, ശബരിമലയ്ക്ക് മുദ്ര കൊടുത്തു വിടുക, അയ്യപ്പന് എള്ളുപായസം കഴിക്കുക, ഗണപതി ഹോമം കഴിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വർഷാവസാനം ആകുമ്പോഴത്തേക്കും വ്യാഴം 6ലേക്ക് മാറാനും വൈഷ്ണവ ഭജനം നന്നായിട്ട് ചെയ്യുക, വിഷ്ണു പ്രാർത്ഥനകൾ ചെയ്യുക. ഇപ്പോഴും വിഷ്ണു പ്രാർത്ഥന ചെയ്യുന്നത് അവർക്ക് അഭിവൃദ്ധിക്ക് നല്ലതാണ്, ശ്രേയസ്സിന് നല്ലതാണ്. വൈഷ്ണവ ക്ഷേത്ര ദർശനം, നാരായണനാമവും വരുമാനം കൂട്ടാൻ നല്ലതാണ്, കാര്യങ്ങൾ നടക്കാൻ നല്ലതാണ്, സമാധാനം ഉണ്ടാവും നല്ലതാണ്, സന്തോഷം ഉണ്ടാവും നല്ലതാണ്. അത് കാരണം ഈ വർഷം വിഷ്ണു ഭജനം കൂടുതലായിട്ട് ചെയ്യണം. ഒപ്പം തന്നെ അവസാന കാലഘട്ടം ആകുമ്പോൾ കൂടുതലായിട്ട് ചെയ്യുക. മഹാദേവ പ്രാർത്ഥന നിർബന്ധമായി ശനി ഞായർ ദിവസം ശിവന്റെ അമ്പലത്തിൽ, അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ തൊഴുന്നതാണ്. കാരണം ലഗ്നത്തിൽ രാഹുവും കൂടെ ഉള്ള കാലഘട്ടമാണ്. ദേഹാസ്വസ്ഥങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറയുക, ശിരോരോഗങ്ങൾ കുറയുക, അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ബുദ്ധിപരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നീക്കുപോക്ക് വരുത്താനായിട്ട് മഹാദേവ ഭജനവും കൂടെ കൂടുതലായിട്ട് ചെയ്യുന്നത് ഉത്തമമാണ്.